കരച്ചിൽ നിർത്താത്തതിന് 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മ ശ്വാസം മുട്ടിച്ചു കൊന്നു. ഇത് കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ്. ഈ പോസ്റ്റിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയാലോ, മോഡേൺ പേരൻറ്റിങ്ങിനെ കുറിച്ച് വളരെ വീരവാദം മുഴക്കുന്ന കുറേ അധികം ആൾക്കാരെ അതിനകത്ത് കാണാം. ഈ വാർത്തയുടെ സത്യം എന്താണെന്നുള്ളത് നമ്മൾ ആർക്കും അറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടക്കാനായിട്ടുള്ള കുറച്ച് പോസിബിൾ റീസൺസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. നമുക്കെല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്ക് തന്നെയാണിത്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഈ വാക്കുകൾ കേട്ടിട്ടുള്ളത് വാർത്തകളിൽ കൂടെ തന്നെ ആയിരിക്കും. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരുപാട് ന്യൂ ബോൺ ബേബീസിൻ്റെ കൊലപാതകങ്ങളുടെ പിന്നിൽ ഇങ്ങനെയൊരു വാക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്നും അതിൻ്റെ സീരിയസ്നെസ്സും ഇമ്പോർട്ടൻസും എന്താണെന്നുള്ളത് നമ്മൾ പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അഥവാ PPD എന്ന് പറയുന്നത് ഒരു മൂഡ് ഡിസോർഡറാണ്. നമുക്ക് ഈ പ്രഗ്നൻസി, ഡെലിവറി പോലെയുള്ള കണ്ടീഷൻസിൽ റാപ്പിഡായിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ സ്ട്രെസ്സ്, അങ്ങനെയുള്ള കേസസിൽ ഇൻറ്റൻസായിട്ട് നമുക്ക് സാഡ്നെസ്സും ആങ്സൈറ്റിയും എക്സോഷനും ഒക്കെ തോന്നാറുണ്ട്. ഈ ഒരു കണ്ടീഷനെയാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇത് പല ആൾക്കാർക്കും പല ലെവലിലാണ് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നിട്ടില്ല എന്ന് വെച്ച് മറ്റൊരാൾക്ക് വരില്ല എന്നല്ല അർത്ഥം. ഡെലിവറിക്ക് ശേഷം നമുക്ക് ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്, എസ്പെഷ്യലി ഈ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ പോലെയുള്ള ഹോർമോൺസ്. സോ ആ സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള മൂഡ് സ്വിങ്സും വരാറുണ്ട്. ഇന്നത്തെ ബോയ്സിൻ്റെ അടുത്ത് ഈ മൂഡ് സ്വിങ്സ്, ഹോർമോൺ ചേഞ്ചസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് മനസ്സിലാവത്തില്ല. അവർ നമ്മൾ പറയുന്ന ഒരു യൂഷ്വൽ എക്സ്ക്യൂസ് എന്നുള്ള രീതിയിലായിരിക്കും അതിനെ കാണുക. അതിനെ മനസ്സിലാക്കുന്നിടത്താണ് ശരിക്കും ഏറ്റവും വലിയൊരു സപ്പോർട്ട് ഒരു സ്ത്രീക്ക് കിട്ടുന്നത്. സിമിലറായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ തന്നെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഈ സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള മൂഡ് ചേഞ്ചസ് നമുക്ക് വരും എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. കാരണം ഡെലിവറിക്ക് ശേഷം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കുട്ടിയെ നോക്കുക എന്നുള്ളത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഹസ്ബൻഡ്സ് എന്ന് പറയുന്ന ആളുകൾ ഒരു പക്ഷേ ഒരു 50% ആളുകൾ മാത്രമാണ് ഈ കുട്ടിയെ കെയർ ചെയ്യുന്നതിൽ അമ്മയോട് കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത്. ബാക്കിയുള്ള 50% ഇതിലൊന്നും യാതൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിലായിരിക്കും പെരുമാറുക. സോ ഇങ്ങനെയുള്ള കേസസിൽ അമ്മമാർ രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ കുട്ടിയെ നോക്കുന്നത്, അതുപോലെ തന്നെ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലാതെ ഡെലിവറി അസോസിയേറ്റഡ് ആയിട്ടുള്ള വേദനകളും കഷ്ടങ്ങളും ഒക്കെ അവർക്കുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ ഈ ഉറക്കമില്ലായ്മയും സ്ട്രെസ്സും എല്ലാം കൂടെ വരുമ്പോഴാണ് ഇത് എക്സ്ട്രീമായിട്ടുള്ളൊരു കണ്ടീഷനിലോട്ട് പോകുന്നത്. പക്ഷേ പറഞ്ഞാൽ ഇതാർക്കും മനസ്സിലാവത്തുമില്ല. അപ്പോൾ പണ്ടത്തെ കാലത്ത് 10ഉം 16ഉം പ്രസവിച്ച അമ്മൂമ്മമാരുടെ കഥകൾ എടുത്തിടാൻ തുടങ്ങും. അന്നൊക്കെ ജോയിൻറ്റ് ഫാമിലി ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ഒരു കുട്ടി ഉണ്ടായാൽ അതിനെ ശ്രദ്ധിക്കാൻ ഒരു കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു ഫാമിലി എടുക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ന്യൂക്ലിയർ ഫാമിലി ആണ് കൂടുതലും ഉള്ളത്. അങ്ങനെയുള്ള കേസസിൽ ഒരു കുട്ടി ഉണ്ടായാൽ അതിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതും അമ്മയുടെ മാത്രം ഉത്തരവാദിത്വമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു സ്ത്രീക്ക് താങ്ങാവുന്നതിനപ്പുറം സ്ട്രെസ്സും കാര്യങ്ങളും ആ സിറ്റുവേഷനിലുണ്ടാകും. അത് മനസ്സിലാക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്.